രാവിലെ കോഴിക്കോട് നിപ്പ സംശയം എന്ന് വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറുകയാണ്. ആ ആശങ്ക പൂർണ്ണമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 40-കാരിയുടെ നിപ്പ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. മസ്തിഷ്ക രോഗബാധയുമായി വരുന്നവരിൽ നിപ്പ പരിശോധന നടത്താറുണ്ട്. നേരത്തെയും അത്തരത്തിൽ ചില രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേർന്നു. ഗോകുൽ, എന്താണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്? ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ചില ആളുകളെയെങ്കിലും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് അത് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങളൊക്കെ മസ്തിഷ്ക ജ്വരത്തിന് കാണിക്കാറുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾ നേരത്തെ നിപ്പ ഹോട്ട്സ്പോട്ടായി തിട്ടപ്പെടുത്തിയ അല്ലെങ്കിൽ പട്ടികപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ വരുന്നതെങ്കിൽ അവരിൽ നിപ്പ പരിശോധന നടത്താറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 3 പേരിൽ അത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴൊക്കെ ഫലം നെഗറ്റീവാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിപ്പ രോഗലക്ഷണമോ എന്ന തരത്തിലുള്ള വാർത്തകൾ ഒരു ആശങ്ക പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അതിൽ ആശ്വാസമുള്ള വാർത്തയാണ് വരുന്നത്. ഇത്തരത്തിൽ നിപ്പ പോസിറ്റീവ് അല്ല എന്നൊരു വിവരം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ വിവരത്തിന് ഒരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. നിപ്പ നെഗറ്റീവ് ആണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു 41-കാരിയെ ചില രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ഈ മലപ്പുറവും വണ്ടൂരും ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് നിപ്പ പോസിറ്റീവായ സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആശങ്കയും സംശയവും ഒക്കെ ഇടയാവാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. അതിനാലാണ് ഒരു പരിശോധന നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മെനിഞ്ചൈറ്റിസ് രോഗബാധയുമായി ബന്ധപ്പെട്ട ആളുകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു. അത് ഒരു മുൻകരുതലിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ നടത്തിയ പരിശോധനകളൊക്കെ നെഗറ്റീവായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിയായ വ്യക്തി നടത്തിയ പരിശോധന നെഗറ്റീവാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ അറിയിക്കുന്നു. ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നിപ്പ പരിശോധന ഫലം നെഗറ്റീവാണ് എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, യെസ്, നിപ്പ സംശയം മാത്രമാണ്, ആശങ്ക വേണ്ട. പരിശോധനാ ഫലം നെഗറ്റീവാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.